ഹായ് ഫ്രണ്ട്സ്, കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഇവിടുത്തെ ഒരു ഹോം ടൂർ എടുക്കണമെന്ന്. ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഒരു 3 മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഹോം ടൂർ എടുക്കണം. സത്യം പറഞ്ഞാൽ മടി കാരണമാണ് എടുക്കാത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഹോം ടൂർ കണ്ടിട്ട് വന്നാലോ? ആണ് കേട്ടോ കയറി വരുന്ന ഫ്രണ്ട്. ഇതാണ് ഞങ്ങളുടെ മുറ്റം. ഇപ്പൊ രണ്ടാളും ഇരുന്ന് കളിക്കുവാണല്ലോ. കളിക്കണാണ്, കുർക്കുറ കഴിക്കുവാണോ? ലിയ, വഴിന്ന് മാറോ. എണീച്ചു ബാ മാർത്ത. എടി, ഞാൻ ഹോം ടൂർ എടുക്കുകയാണ്. മാർത്താടി. അപ്പൊ ഇതാണ് കേറി വരുന്ന ഒരു സിറ്റ് ഔട്ട്. ചെറുതാണ്, അത്യാവശ്യം ചെറിയൊരു സിറ്റ് ഔട്ടാണ്. അപ്പൊ ഇതാണ് നമ്മൾ കേറി വരുന്ന സിറ്റ് ഔട്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ട് അധികം വലുതായിട്ടൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ ഖുറാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മണി പ്ലാന്റ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇവിടുന്ന് നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ഹോളാണ്. അപ്പൊ ഞങ്ങൾ ആ ഹോളിനെ എടുത്തിട്ട് ഞങ്ങൾ റൂമാക്കി കേട്ടോ. ഇവിടെ റൂമായിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആ ഹോളിനെ എടുത്തിട്ട് ഒരു റൂമാക്കി. അപ്പൊ ഞങ്ങളെ കട്ടിലൊക്കെ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ടിവിയും കാര്യങ്ങളും കട്ടിലൊക്കെ ഇവിടെയാണ്. ഇവിടെയാണ് കട്ടില് TV എടുക്ക് വെച്ചിരിക്കുന്നത്. ഇത് എന്റെ രണ്ടാമത്തെ മോളിലെ ലിയയുടെ ഫോട്ടോസ് ആണ് കേട്ടോ, കുഞ്ഞിലെത്തത്. പിന്നെ ഇത് ഞങ്ങളല്ലാതെ ഞങ്ങളെ ഫാമിലി ഫോട്ടോ. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അവിടെ നിന്ന് നേരെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു ചെറിയൊരു റൂമാണ് കേട്ടോ. ഈ കട്ടില് നമുക്ക് ഇവിടെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഒരു ചെറിയ കുഞ്ഞു റൂമാണ്. അപ്പൊ ആ കട്ടിൽ ഇവിടെ ഇടുമ്പോഴത്തേക്ക് കട്ടിൽ മൊത്തം ഇങ്ങനെ ഇവിടെ വരെ തട്ടി നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മോളുടെ കട്ടിലെടുത്ത് ഇവിടെ ഇട്ട്. അപ്പൊ അവക്കായിട്ടൊരു റൂം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവക്ക് സ്റ്റഡി ടേബിളും കാര്യങ്ങളും അവക്ക് മാത്രമായിരുന്നു പഠിക്കാനൊക്കെ. അപ്പൊ ഈ ഒരു റൂം മതിയല്ലോ. അപ്പൊ അവളാണ് കേട്ടോ ഇവിടെ കിടക്കണത്. അവളെ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ ഇരിക്കണേ. ഇവിടെ ഒരു തടി അല്ലാതെ തന്നെ നമുക്ക് ഒരു അലമാര ഉണ്ട്. ഈ അലമാര മീൻസ് തടി അലമാരയോ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു അലമാരയുണ്ട്. ഇവിടെ ഇത് ഇളയാളുടെ ഡ്രസ്സ് ഇടുന്ന ഒരു കുട്ടയും താഴത്തത് മൂത്താളുടെ കുട്ടയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വിൻഡോ ഇവിടെയാണ്. ഓക്കെ, പിന്നെ അലമാര വെച്ചിട്ടുണ്ട്. അലമാര ഞങ്ങൾ എല്ലാവരും ഒരുമാതിരി അലമാരയാണ് കേട്ടോ. അത് ആരും മൈൻഡ് ചെയ്യണ്ട. ഇതാണ് ബാത്റൂം അതാണ്. അപ്പൊ ഈ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ നമുക്ക് അടുക്കള വരുന്നത്. അടുക്കള നല്ല അത്യാവശ്യം വലിയ അടുക്കളയാണ് കേട്ടോ. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല വലിയ അടുക്കളയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ കാണുമ്പോഴത്തേക്കും ഇൻഡക്ഷൻ കുക്കറൊക്കെ അവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ റൈസ് കുക്കർ കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അടുക്കളയൊക്കെ അത്യാവശ്യം വലിയ അടുക്കളയാണ്. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് കേട്ടോ ബാക്ക് സൈഡ്. നേരെ കാണുന്നതാണ് തുണി കഴുകുന്ന കല്ലും കാര്യങ്ങളൊക്കെ. കുറെ തുണി മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ആ തുണിയൊക്കെ കഴുകാൻ വേണ്ടി. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. നല്ല അടിപൊളിയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് ചായ ഇട്ട് കുടിക്കുമ്പോൾ നല്ല കാറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഇടയ്ക്ക് ആ ഒരു ഭാഗത്തോട്ടായിട്ട് ഒരു വലിയൊരു മൂർക്കം പാമ്പ് കേട്ടോ. എന്റെ പിള്ളേർ എപ്പോഴും അവിടെയാണ് കളിക്കുന്നത്. അപ്പം രണ്ടാമത്തെ മോള് ഇവിടെ നിന്ന് കളിച്ചിട്ട് നേരെ അവിടേക്കാണ് ഓടിപ്പോണത്. എന്റെ പൊന്നെ, വലിയൊരു പാമ്പ് കേട്ടോ. അപ്പൊ അത് ഈ ഇടയ്ക്ക് അത് കണ്ട് അതിനുശേഷം ഭയങ്കര പേടിയാണ്. എന്നാലും പിള്ളേർ പുറത്തിറങ്ങാതെ ഒന്നും ഇരിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ കൂടെ മാക്സിമം കാണും. കൊച്ചു പിള്ളേരല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അവിടെ ആയിട്ടിങ്ങനെ ഇവിടെ ആ ഒരു ഭാഗത്താണ് നമുക്ക് വേറൊരു പുറത്തോട്ടൊരു ബാത്റൂമും ഒരു കുളിക്കുന്ന റൂമും ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളേ. വലുതായിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയില്ല. ഒരു ചെറിയ വീടായതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം കാണിക്കാൻ വേണ്ടിയായിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് കയറി അടുക്കളയിലോട്ട് വന്ന് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇവിടുന്ന് ഇതാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ പിള്ളേരൊന്ന് കളിക്കുവാണ്. എന്തോന്ന് ചെയ്യണേ? വെയില്. ലിയ വാ, അകത്തുവാ. രണ്ടുപേരും അകത്തുവാ. വെയിലാണേ, ബാ.
അപ്പൊ ഇത്രയുള്ള വീഡിയോ കാണിക്കാനായിട്ട് അധികമൊന്നും ഇല്ലായിരുന്നു, കാരണം ചെറിയ വീടല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഞങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങളെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ലൈക്കും കൂടി ചെയ്യണേ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ.